ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് രാസലഹരി എത്തിച്ചിരുന്ന ഹരിയാന ഗുരുഗ്രാമിലെ ലഹരി കേന്ദ്രം കണ്ടെത്തി കേരള പോലീസ്. ഡൽഹി ഹരിയാന പോലീസ് സേനകളുടെ സഹായത്തോടെയാണ് കോഴിക്കോട് ടൗൺ പോലീസിന്റെ ഓപ്പറേഷൻ. ഇവിടെ നിന്ന് 3 നൈജീരിയൻ സ്വദേശികളെയും പിടികൂടി. രാസലഹരിക്കെതിരെ ശക്തമായ നടപടികൾ നടക്കുന്നതിനിടെയാണ് കേസിൽ വഴിത്തിരിവായി ഉൽപാദന കേന്ദ്രം ആദ്യമായി കണ്ടെത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കോഴിക്കോട് ടൗൺ പോലീസ് 778 ഗ്രാം MDMA-യുമായി ഒരാളെ പിടികൂടിയിരുന്നു. ഇതിന്റെ തുടരന്വേഷണമാണ് രാസലഹരി കേന്ദ്രത്തിലേക്ക് എത്തിച്ചത്. അന്ന് പിടിയിലായ പ്രതിയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ ഇയാൾ ലഹരി വസ്തുക്കൾ വാങ്ങിയത് നൈജീരിയൻ സ്വദേശിയിൽ നിന്നാണെന്ന് കണ്ടെത്തി. പണം ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലാണ് പിൻവലിച്ചത്. 3 നൈജീരിയൻ സ്വദേശികൾ ഇതിന് പിന്നിലുണ്ടെന്നും വ്യക്തമായി. കേരള പോലീസ് അറിയിച്ചതനുസരിച്ച് ഹരിയാന പോലീസ് ലൊക്കേഷൻ പരിശോധിച്ച് നൈജീരിയൻ സ്വദേശികൾ താമസിക്കുന്ന സ്ഥലം റെയ്ഡ് ചെയ്തു. ഇവിടെ നിന്നും ലഹരി വസ്തുക്കളും മറ്റ് സാമഗ്രികളും കണ്ടെത്തി. 6 നൈജീരിയൻ സ്വദേശികൾ ഉൾപ്പെടെ 8 പേരെ അറസ്റ്റ് ചെയ്തു. തുടർന്നാണ് കോഴിക്കോട് ടൗൺ പോലീസ് ഹരിയാനയിലെത്തി 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. പിടിയിലായവരിൽ ഒരു നൈജീരിയൻ സ്വദേശി ഒഴികെ മറ്റുള്ളവർക്ക് വിസയില്ല. 1 കോടിയിലധികം വരുന്ന മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. ഡാർക്ക് വെബ് വഴിയാണ് ഇവർ ലഹരി വിൽപ്പന നടത്തിയിരുന്നത്. കോഴിക്കോട് വെച്ച പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. മീഡിയ 1 കോഴിക്കോട്.